പിന്നെ ഞാൻ ഗൾഫിലുണ്ടാവുക. അച്ഛനായിട്ട് ഇപ്പൊ യാതൊരു കൺസേൺ ഇല്ല അതൊന്നും. പിന്നെ കൃത്യമായിട്ട് വാടക എല്ലാ മാസവും ഗൂഗിൾ പേ ആയിട്ട് ചെയ്യണം. ആയിക്കോട്ടെ. പിന്നെ വീടും പരിസരവും ഒന്ന് വൃത്തിയായി സൂക്ഷിക്കണം കേട്ടാ. എന്നാ ശരി. അതെ. ഏട്ടാ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ അവരുടെ കേസിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. എനിക്ക് പണ്ടത്തെ ഓർമ്മല്ലേ, വെറുതെ ഓരോ മലക്കെട്ടാണ്. അടുത്ത് പറഞ്ഞത് ഏട്ടൻ ദുബായില് ജയിലിലാണ്. എന്തോ തട്ടിപ്പ് കേസിൽ പിടിച്ചു പറഞ്ഞു. എന്ത് ജയിലില്ല? ഇന്ത്യൻ മണി 1.5 കോടി കെട്ടിവെച്ചാലേ വിടുള്ളൂ എന്നാ പറയും. അതും പറഞ്ഞ അടുത്തൊരേ കരച്ചിലാണ്. അവനെ അത്രത്തോളം ദ്രോഹം ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനല്ലേ, ഉള്ളതെല്ലാം വിറ്റുപറിക്ക് നമുക്ക് ഏട്ടനെ സഹായിക്കണ്ടേ. എന്നെ കൊണ്ടൊന്നും കഴിയില്ല തേജ അവനെ സഹായിക്കാൻ. അച്ഛൻ അവനെ അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട്. എന്നെ ദ്രോഹിച്ച എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഉള്ളതെല്ലാം വിട്ടുപറിച്ച് അവനെ സഹായിക്കാൻ നീ നോക്കൊന്നും വേണ്ട. അച്ഛനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറയാ മോനെ. ഈ കർമ്മയിൽ വിശ്വാസം ഉണ്ട് അച്ഛന്? ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞേ. അച്ഛ അത് പറ. അച്ഛൻ ഇപ്പൊ ചെറുങ്ങനെ വിശ്വാസം തുടങ്ങിയടാ മോനെ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോ അച്ഛൻ ഇപ്പൊ കർമ്മയിൽ വിശ്വാസം ഉണ്ടടാ. ഈ ഭൂമി തന്നെയാടാ സ്വർഗവും നരകവും എല്ലാം ഇവിടെ അനുഭവിച്ചു പോണം. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ, എന്തെല്ലാം കഷ്ടപ്പാട് അനുഭവിച്ചു. വയ്യ എൻ്റെ മോനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത മോനെ അച്ഛൻ അങ്ങനെ സ്നേഹിച്ചില്ലേ, അവൻ അച്ഛനെ ചവിട്ടി തേച്ച് പോയില്ലടാ. മോനെ അങ്ങനെ ചോദിക്കാൻ എന്നാ കാരണം ഉണ്ടായേ? ഒന്നുമില്ല അച്ഛാ, അച്ഛൻ പറഞ്ഞ മാതിരി ഈ ഭൂമിയിൽ തന്നെ സ്വർഗവും നരകം. അവര് ചെയ്യുന്നതിന്റെ കർമ്മഫലം ഇവിടുന്ന് തന്നെ കിട്ടുന്നതിന് ഞാൻ സന്തോഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ. നീ എന്തോ ഉള്ളിൽ തട്ടിയിട്ടാണല്ലോ പറയുന്നത്. ആരെ പറ്റിയാടാ പറയടാ നീ. ഒന്നുമില്ല അച്ഛാ, കർമ്മ ഈസ് ബാക്ക് എന്ന് പറയുന്ന സംഭവം കറക്റ്റാ. അച്ഛനൊന്നും മനസ്സിലാകുന്നില്ലടാ. അച്ഛനൊന്നും മനസ്സിലാക്കണ്ട, എല്ലാം മനസ്സിലായിക്കോളും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്ന് പറ. മോനെ കേരി വാടാ മോനെ. മോനെ അച്ഛന്റെ സ്വത്തും സമ്പാദ്യവും നഷ്ടപ്പെട്ടാലോ? അന്റെ 2 മക്കളെയോ അച്ഛന് തിരിച്ചിട്ടില്ലേ? അത് മതിയടാ. മോൻ കേരി വാ. ഏട്ടാ അവിടെ നിൽക്കണ്ട, വാ കേറി വാ.